വിജയിക്കാമായിരുന്ന ഒരു സീറ്റ് മിസ്റ്റർ ജോസഫ് വിജയ് വെള്ളിത്താലത്തിൽ വെച്ച് തമിഴ്നാട്ടിലെ കോൺഗ്രസ് പാർട്ടിക്ക് നൽകുകയാണ് ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റ്. അപ്പോൾ സാധാരണ ഏത് പക്ഷിയും ചെയ്യുന്നൊരു കാര്യമുണ്ട്. 100-ൽ പരം സീറ്റുകളുള്ള TVK തമിഴക വെട്രി ഘടകത്തിന് ഒരു MP ജയിപ്പിച്ചെടുക്കാൻ ഏക സീറ്റാണ്. അതും ആകസ്മികമായി വന്നൊരു സീറ്റാണ്. രാജ്യസഭ അംഗമായിരുന്ന ഷൺമുഖം ഒരു അബദ്ധം കാട്ടി നിയമസഭയിലേക്ക് മത്സരിച്ചു, വിജയിച്ചു. അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ ഉണ്ടായ ഒഴിവാണ്. അതിന് ADMKക്ക് കിട്ടില്ല. കാരണം ADMKക്ക് അതിനുള്ള നമ്പേഴ്സ് ഇല്ല, DMKക്കും കിട്ടില്ല. അപ്പോൾ ഭരണപക്ഷത്തിന് കിട്ടുന്നതാണ്. അവിടുത്തെ പ്രമുഖ കക്ഷിയായ ശ്രീ ജോസഫ് വിജയിൻ്റെ കക്ഷിയായ TVKക്ക് അവകാശപ്പെട്ടതുമാണ്, അല്ല എന്ന് പറയുന്നില്ല. അതുമാത്രമല്ല, രാജ്യസഭയിൽ കേന്ദ്ര പാർലമെൻറ്റിൽ സാന്നിധ്യം അറിയിക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് പ്രാദേശിക കക്ഷിയായ TVKക്ക്. ലോക്സഭയിൽ അംഗത്വമില്ല. അപ്പോൾ രാജ്യസഭയിലെങ്കിലും ഒരു അംഗത്വം എന്നത് വിജയ് പാർട്ടിക്ക് ദേശീയ തലത്തിൽ ചുവടുറപ്പിക്കാനുള്ള ഒരു അവസരമായി വേണമെങ്കിൽ കാണാമായിരുന്നു. പക്ഷേ ഉദാരമനസ്കനായ വിജയ് 2 അംഗങ്ങൾക്ക് മന്ത്രിസഭയിൽ അംഗത്വം നൽകി. കോൺഗ്രസിനാകെ 5 പേരേ ഉള്ളൂ. 234 അംഗ നിയമസഭയിൽ 5 പേര് മാത്രമുള്ള കോൺഗ്രസ് പാർട്ടിക്ക് 2 മന്ത്രിസ്ഥാനങ്ങൾ നൽകി. അതിനു പുറമെ ഇപ്പോഴിതാ ഒരു രാജ്യസഭാ സീറ്റ് കൂടെ നൽകുകയാണ്. എന്താ സംഭവിക്കുന്നത്? ഇപ്പം P. ചിദംബരം ഉൾപ്പെടെയുള്ള ചില കോൺഗ്രസ് നേതാക്കൾ വിജയനെ സന്ദർശിച്ച് ചില പെപ് ടോക്ക് നടത്തി എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇന്ത്യ മുന്നണിയിൽ ചേരാനുള്ള ക്ഷണം വിജയ് സ്വീകരിച്ചു എന്നും മനസ്സിലാക്കുന്നു. DMK പുറത്തേക്ക് പോയി കഴിഞ്ഞു. സ്വാഭാവികമായി ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന തമിഴ്നാട്ടിലെ കക്ഷി ഇപ്പോൾ പ്രമുഖ കക്ഷി ഇപ്പോൾ TVK ആണ്. അപ്പോൾ TVK ഇന്ത്യ മുന്നണിയിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ DMK പോയ നഷ്ടം കോൺഗ്രസ് നികത്തുന്നു. പ്രായോഗിക രാഷ്ട്രീയത്തിൽ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചതുമാണ്. പ്രായോഗിക രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി ചില ചുവടുവയ്പ്പുകൾ നടത്തുന്നു. അത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റമാണ്. ആദർശത്തിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. വലിയ ആദർശമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ DMKയോടൊപ്പം നിൽക്കാനേ പറ്റൂ. അത് നേട്ടങ്ങൾ ഉണ്ടാക്കുമോ എന്നത് മറ്റൊരു ചോദ്യം. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോക്സഭയിലെ DMKയുടെ അംഗബലം, ആ ഒരു കക്ഷിയുടെ അംഗബലം പൂർണ്ണമായി ഇന്ത്യ മുന്നണിക്ക് നഷ്ടപ്പെടുകയാണ്. ലോക്സഭയിൽ TVKക്ക് കൊണ്ടുവരാൻ ഒരു അംഗം പോലും ഇല്ല എന്ന് ഓർക്കണം. അപ്പോൾ നരേന്ദ്രമോദി കൊണ്ടുവരുന്ന 1 നേഷൻ 1 ഇലക്ഷൻ പോലെയുള്ള റാഡിക്കൽ ലെജിസ്ലേഷൻ പാസ്സാക്കി എടുക്കാൻ ഇപ്പോൾ DMK വിട്ടു നിന്ന് കഴിഞ്ഞാൽ സാധിക്കുമോ? അറിയില്ല. അതുപോലെ ഇപ്പോൾ തന്നെ ഈ ചില നിർണായകമായ ഈ ലോക്സഭയുടെ കാലാവധിയൊക്കെ അതായത് ഈ ഡീലിമിറ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ DMK കട്ടയ്ക്ക് കോൺഗ്രസിനോടൊപ്പം ഇന്ത്യ മുന്നണിയോടൊപ്പം നിന്നതുകൊണ്ടാണ് BJP കൊണ്ടുവന്ന പ്രമേയത്തെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിഞ്ഞത് എന്നോർക്കണം. വിമൻസ് റിസർവേഷൻ ബില്ലിൻ്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് മണ്ഡല പുനഃസംഘടന എന്ന രൂപത്തിൽ കൊണ്ടുവന്ന് തമിഴ്നാട്ടിലും കൂടെ ദോഷകരമായിരിക്കും എന്നതുകൊണ്ട് സ്വാഭാവികമായി തമിഴ്നാട്ടിലെ DMK കൂടെ നിന്നു എന്ന് പറയാം. അല്ല എങ്കിൽ കോൺഗ്രസിനോടൊപ്പം നിന്നു എന്നും പറയാം. അതൊന്നും ഇനിയില്ല എന്നോർക്കണം. അതുകൊണ്ട് വലിയൊരു ഗാംബ്ലിംഗ് ആണ് തമിഴ്നാട്ടിലെ കോൺഗ്രസ് പാർട്ടി ചെയ്തിരിക്കുന്നത്. വലിയൊരു ഗാംബ്ലിംഗ് തന്നെയാണ് വിജയം നടത്തിയിരിക്കുന്നത്. കാരണം വിജയനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിലൊരു പിടിവള്ളി വേണം. അത് BJP അല്ല. BJP തൻ്റെ പ്രത്യയശാസ്ത്രപരമായ ശത്രു എന്നാണ് പറയുന്നത്. രാഷ്ട്രീയ ശത്രു DMKയും ഐഡിയോളജിക്കൽ പ്രത്യയശാസ്ത്ര ശത്രു BJPയും എന്നതാണ് വിജയിൻ്റെ പൊളിറ്റിക്കൽ ലൈൻ. കൃത്യമായൊരു ഐഡിയോളജി പ്രത്യയശാസ്ത്രം വിജയ് രൂപപ്പെടുത്തിയിട്ടില്ല എന്ന ആക്ഷേപം ഞാൻ മുൻപും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും അത് നിലനിൽക്കുന്നു. പക്ഷെ വിജയ് ഈസ് ഓൺലി ഫോമിങ് ഒരു ഫാൻ ക്ലബ് എന്നതിൽ നിന്നും ഇയക്കം എന്ന നിലയിൽ നിന്നും ഒരു പാർട്ടി എന്ന നിലയിലേക്ക് പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ വിജയ്. ഒരു ഇയക്കം എന്ന നിലയിൽ 10-20 വർഷത്തെ ഒരു പാരമ്പര്യമുണ്ട് വിജയ് അനുകൂല ചിന്തയ്ക്ക്. പക്ഷേ അതൊരു പാർട്ടിയാകുമ്പോൾ ചില ചിട്ടവട്ടങ്ങളുണ്ട്. മുന്നണിയായി രൂപീകരിക്കപ്പെടുമ്പോൾ ചില മര്യാദകളുണ്ട്. ആ മുന്നണിയുടെ തമിഴ്നാട്ടിലെ നേതൃത്വം ഏറ്റെടുക്കേണ്ടത് വിജയാണ്, കോൺഗ്രസ് അല്ല. അപ്പോൾ കോൺഗ്രസുമായി അസ്വാരസ്യങ്ങളൊന്നും വേണ്ട. കോൺഗ്രസ് ആണെങ്കിൽ വലിയ പ്രതിഷേധത്തിലായിരുന്നു. DMKക്ക് ഒറ്റയ്ക്ക് തമിഴ്നാട്ടിൽ ഭരിക്കാൻ ഭൂരിപക്ഷം ലഭിക്കാതെ ഇരുന്നപ്പോഴും, കോൺഗ്രസിൻ്റെ പിന്തുണ ആവശ്യമായിരുന്നപ്പോഴും മുന്നണി ഘടകകക്ഷിയായ കോൺഗ്രസിന് ഒരിക്കൽ പോലും തമിഴ്നാട്ടിൽ മന്ത്രിസഭയിൽ ഒരു ഇടം കൊടുത്തിട്ടില്ല എന്നത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖമായിരുന്നു. ദുഃഖം മാത്രമല്ല, പരിഭവവും ദുഃഖവും വാശിയും ഇതെല്ലാം ആത്യന്തികമായി ഇപ്പോൾ ഇതാ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. മന്ത്രിസ്ഥാനം ലഭിച്ചിരിക്കുന്നു, രാജ്യസഭാ സീറ്റ് ലഭിച്ചിരിക്കുന്നു. ഇനിയുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ അതിന് 3 വർഷം കഴിഞ്ഞാണ്.
മുൻപ് DMK ചെയ്തതുപോലെ ചെയ്യുമോ? DMK എന്താ ചെയ്തിരുന്നത്? 39 ലോക്സഭാ സീറ്റുകളിൽ മഹാഭൂരിപക്ഷവും 20-25 സീറ്റുകൾ കോൺഗ്രസിന് വെച്ച് നീട്ടുകയും ബാക്കി സീറ്റിൽ മാത്രം മത്സരിക്കുകയും തങ്ങൾ എന്തിനാണ് ഒരുപാട് പേര് പോയി ഇരിക്കുന്നത് ലോക്സഭയിൽ എന്ന് ചിന്തിച്ചു. പക്ഷെ പിന്നീട് ഈ DMK സഖ്യമൊക്കെ വന്നപ്പോൾ അല്ലെ തന്നെ DMKയുടെ തന്നെ പിൽക്കാലത്ത് കോൺഗ്രസിന് അർഹിക്കുന്ന സ്ഥാനം കൊടുത്താൽ മതി എന്നൊരു ചിന്തയുണ്ടായി. നിയമസഭയിൽ കൂടുതൽ സീറ്റുകൾ മത്സരിക്കുന്നത്, മഹാഭൂരിപക്ഷം സീറ്റുകൾ മത്സരിക്കുന്നതും DMK അല്ലെങ്കിൽ ADMK, കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന, മാറി മറിഞ്ഞും നിന്നിട്ടുണ്ടല്ലോ. MGR കോൺഗ്രസിന്റെ ഘടകകക്ഷിയായിരുന്നു. ജയലളിത കാലഘട്ടത്തിലും കോൺഗ്രസിനോടൊപ്പം നിന്നു, മാറി കരുണാനിധിയോടൊപ്പം നിന്നു, മാറി മറിഞ്ഞ് നിന്നിട്ടുണ്ട്. തമിഴ്നാട്ടിലെ കോൺഗ്രസ് എപ്പോഴും മാറി മറിഞ്ഞ് നിന്നിട്ടുണ്ടല്ലോ. BJP DMKയോടൊപ്പം ചേർന്നില്ല എങ്കിൽ പോലും ADMKയോടൊപ്പം ചേർന്ന് നിന്നതല്ലേ, ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ സംഭവം. അതുകൊണ്ട് തമിഴ്നാട്ടിൽ പുതിയ സമവാക്യങ്ങളുടെ നേരമായി. അത് മാത്രമല്ല, രണ്ടാമതൊരു ഫോർമേഷൻ കൂടെ വരുന്നുണ്ട്. ഇതുവരെ ഇല്ലാതിരുന്നൊരു ഫോർമേഷൻ വന്നേക്കാം. അതിനു പിന്നിൽ രജനീകാന്ത് ആണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പരസ്യമായി രജനീകാന്ത് ഒന്നും പറഞ്ഞിട്ടില്ല. അത് അണ്ണാമലൈ, BJPയുമായി ലേശം അകന്നിപ്പോൾ നിൽക്കുന്ന BJP നേതാവ് നിതിൻ നബീനെ കണ്ട് തിരിച്ചെത്തുന്ന അണ്ണാമലൈ ഇനി എന്ത് നീക്കമാണ് നടക്കുക? അണ്ണാമലൈ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന് തുടക്കമിടുമോ? വിജയിനെതിരെ നിലവിലുള്ള രാഷ്ട്രീയ നേതാക്കൾ ഉയർത്തിക്കാട്ടുന്നത് MK സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനെയാണ്. ADMK ഏതാണ്ട് തകർന്നു കഴിഞ്ഞു. ഇനി റിവൈവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. എടപ്പാടി പളനിസ്വാമിക്കോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. OPS ഓൾറെഡി ഔട്ടായി കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ളത് ഒരു പക്ഷേ അണ്ണാമലയുടെ കാലമാണ് പ്രതിപക്ഷത്ത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അത് BJPയുടെ കെയർ ഓഫിലാണോ അതോ സ്വതന്ത്രമായ മറ്റൊരു അണ്ണാമലൈ പാർട്ടിയായി മാറുമോ എന്നതും സംശയമുണ്ട്. അതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന തമിഴ്നാട്ടിൽ കരുക്കൾ വളരെ കെയർഫുള്ളായി നീക്കുന്ന ജോസഫ് സ്റ്റാലിൻ എന്ന ചീഫ് മിനിസ്റ്ററെയും കോൺഗ്രസ് പാർട്ടിയെയും കാണുന്നു. കോൺഗ്രസിൻ്റെ പുനരുജ്ജീവനമൊക്കെ തമിഴ്നാട്ടിൽ സംഭവിക്കും എന്ന ഒരു ചിന്തയൊന്നും എനിക്കിപ്പോഴില്ല. കാരണം പിഗി ബാക്ക് റൈഡിങ് മാത്രമാണ്. ഏതെങ്കിലും ഒരു മുഖ്യ കക്ഷിയുടെ, അത് DMK ആയിരുന്നു മുൻപ്, അതിനു മുൻപ് ADMK ആയിരുന്നു, ഇപ്പോഴിതാ TVK ആണ്. പിഗി ബാക്ക് റൈഡിങ്ങിലൂടെ കിട്ടാവുന്നതൊക്കെ വാങ്ങിയെടുക്കുക, കേന്ദ്രത്തിലൊരു ഫുട് ഹോൾഡ് ഉണ്ടാക്കാൻ, അത് നല്ലത് എങ്കിൽ നല്ലത്. കോൺഗ്രസിൻ്റെ മുഖ്യ പ്രതിപക്ഷ സ്ഥാനം രാജ്യസഭയിലേത് നിലനിർത്താൻ കഴിയണമെങ്കിൽ ഓരോ MP സ്ഥാനവും, രാജ്യസഭ MP സ്ഥാനവും പ്രധാനമാണ്. അതിന് വിജയ് ഒരു കൈത്താങ്ങൽ നൽകി എന്ന് മാത്രം.